ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ടൈം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട്, കെയർ വിസയിൽ അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നഴ്സിംഗ് ഹോമിലെ ഡ്യൂട്ടീസ്, അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടീസ്. അപ്പോൾ നഴ്സിംഗ് ഹോമിലെയും ഹോസ്പിറ്റലിലെയും കെയറേഴ്സിൻ്റെ ഡ്യൂട്ടീസാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നഴ്സിംഗ് ഹോമിലെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ നഴ്സിംഗ് ഹോമിൽ ചെന്നാൽ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഹാൻഡ് ഓവർ ആണ്. ഹാൻഡ് ഓവറിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യൻസിനെ അസൈൻ ചെയ്ത് കിട്ടും. അതിനുശേഷം നിങ്ങൾ ആ പേഷ്യൻസിനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുന്നത് അവർക്ക് പേഴ്സണൽ ഹൈജീൻ കൊടുക്കുകയാണ്. അപ്പോൾ ഷവർ വേണ്ടവർക്ക് ഷവർ കൊടുക്കും, അതല്ലാതെ വാഷ് വേണ്ടവർക്ക് വാഷ് കൊടുക്കും, സ്പഞ്ച് വേണ്ടവർക്ക് സ്പഞ്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അസിസ്റ്റൻസ് വേണ്ടവരെ നമ്മൾ ഫീഡ് ചെയ്യും, അല്ലാത്തവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കഴിക്കും. ചിലർക്കൊക്കെ ഒരു ഹാൻഡ് വേണമായിരിക്കും ഫുഡ് കഴിക്കുന്നിടത്ത് പോയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ അസിസ്റ്റ് ചെയ്യും അങ്ങോട്ട്. ചിലർ റൂമിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു മോർണിംഗ് ഒരു റുട്ടീൻ. അപ്പോൾ മോർണിംഗ് കുറച്ച് ബിസി ആയിരിക്കും. ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 10 മണിയൊക്കെ ആവും. നമ്മൾ ഒരു 7:30 ഡ്യൂട്ടി ചെയ്താലും പിന്നെ ആ 10 മണി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സ്റ്റിൽ ഏതെങ്കിലുമൊക്കെ പേഷ്യൻസിനെ അപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ അപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് അവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ കാണും. അപ്പോൾ ആ ആക്ടിവിറ്റീസിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്ക് ടോയ്ലറ്റിംഗ് ഒക്കെ ചെയ്യും. പിന്നെ ലഞ്ച് ടൈം ആവും. ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്ക് ഇവരെ വീണ്ടും ഫുഡ് കഴിക്കുന്നിടത്ത് എത്തിക്കും. അത് കഴിഞ്ഞിട്ട് ഫുഡ് അസിസ്റ്റ് ചെയ്യേണ്ടവർ അസിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവരെ ഒരു മെയിൻ ഹാളിൽ വല്ലതും കൊണ്ടിരുത്തും ഒരുമിച്ച്. പിന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ കാണും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മ്യൂസിക് കാണും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനുള്ളവരൊക്കെ പോയി ബ്രേക്ക് എടുക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ടീയുടെ ടൈം. ആ സമയത്തും വീണ്ടും ഇതുപോലെ ഫീഡിങ്ങും അതിനുശേഷം ടോയ്ലറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടവർ ടോയ്ലറ്റിംഗ് ഒക്കെ ചെയ്യും. ആ സമയത്ത് നമുക്കും ടീ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളും പോയി ടീ ഒക്കെ കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യൻസിനെ ചിലർക്ക് ബെഡിൽ പോകണം നേരത്തെ. അപ്പോൾ അവരെയൊക്കെ ബെഡിലിടും. അവരെയൊക്കെ വീണ്ടും ഒന്നുകൂടെ ക്ലീനൊക്കെ ചെയ്തിട്ട് ബെഡിലിടും. അല്ലാത്തവരവിടെ ഇരിക്കും. നൈറ്റ് ഡ്യൂട്ടിക്കാർ വന്നിട്ട് പിന്നെ അവരെ ബെഡിലിടും. അതൊക്കെ പേഷ്യൻസിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസും അവരുടെ പ്രിഫറൻസൊക്കെ അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആരാണ് ആദ്യം ബെഡിൽ പോകേണ്ടത് എന്നൊക്കെ. ചിലർക്കൊക്കെ 10 മണി 11 മണി വരെയൊക്കെ ഇരിക്കുന്നതാണ് താല്പര്യം. അപ്പോൾ അവരെ അത് കഴിയുമ്പോഴത്തേക്ക് നൈറ്റ് ഡ്യൂട്ടീസ് വന്ന് ബെഡിലിടും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നോർമലായിട്ടുള്ള ഒരു നഴ്സിംഗ് ഹോമിലെ റുട്ടീൻ. ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് നഴ്സിംഗ് ഹോമിൽ നിങ്ങളുടെ ഡ്യൂട്ടി കഴിയും. പിന്നെ നൈറ്റുകാർ വരും. പിന്നെ ബാക്കിയൊക്കെ അവർ ചെയ്തോളും. സോ അതാണ് കെയറേഴ്സിൻ്റെ ഡ്യൂട്ടി.